ഹലോ ഗെയ്സ്, 14,000 കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്ക് തന്നെ ബേക്ക് ടയറിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി. പക്ഷേ ഇത് 18,000 കിട്ടിയാലും 20,000 കിട്ടിയാലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് 14,000 കിട്ടിയുള്ളൂ. ഈ സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ടയർ മാറ്റുമ്പോൾ മാത്രം അറിഞ്ഞത്. കാരണം ജാക്കി വെച്ച് പൊന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നോർമൽ വണ്ടീൻ്റെ ടയറുകൾ മാറ്റുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ടയറും മാറ്റുക. അപ്പോൾ EV ആയതുകൊണ്ട് എല്ലാവരും ഏറ്റെടുക്കാത്ത വിഷയം അങ്ങനെയൊന്നും വന്നിട്ടില്ല. സാധാ നമ്മുടെ നാട്ടിലുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെയാണ് ടയർ മാറ്റിയത്. സാധാ ഒരു ബൈക്കിൻ്റെ ടയർ മാറ്റുമ്പോൾ തന്നെ ഈ ബെൽറ്റൊന്നും ഇല്ലല്ലോ, ഡയറക്റ്റ് ഹബ്ബ് മോട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വിഷയവും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. അവർ സാധാ ബൈക്കിൻ്റെ ടയർ കഴിക്കുമ്പോൾ തന്നെ കഴിച്ച് മാറ്റിയതാണ്. പിന്നെ എൻ്റെ പഴയ ടയർ MRFൻ്റെ ടയറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ സെയിം ടയർ തന്നെയാണ് വീണ്ടും ഇട്ടത്. കാരണം ഇതെങ്ങനെ എത്ര ലൈഫ് കിട്ടുമെന്നൊക്കെ നോക്കട്ടെ വിചാരിച്ച് ഞാൻ കഴിഞ്ഞത് എയർ പ്രഷറും കാര്യങ്ങളൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അതിന് വണ്ടി ഓടിച്ചത്. പക്ഷേ 14,000 കിലോമീറ്ററേക്ക് ലൈഫ് കിട്ടിയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട് 20,000 കിലോമീറ്റർ ലൈഫ് കിട്ടിയാലൊക്കെ ഉണ്ടെന്ന്. ഇത് നോർമലായിട്ട് സാധാ ടയർ മാറ്റുമ്പോൾ എല്ലാം മാറ്റി കുടുക്കി കഴിഞ്ഞു. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് ബേക്ക് ടയറിൻ്റെ അവസ്ഥ.